നമസ്കാരം. തകഴിയിലെ നവജാത ശിശുവിന്റെ മരണം കൊലപാതകമെന്ന രീതിയിലേക്കാണ് സൂചനകളെല്ലാം പോകുന്നത്. ഇക്കാര്യത്തിൽ യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയാണ് നിർണായകമാവുക. പ്രസവിച്ചയുടൻ കുഞ്ഞ് കരഞ്ഞിരുന്നുവെന്ന് യുവതി പറഞ്ഞതായിട്ടാണ് ഡോക്ടർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൊലപാതകമാണെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. അതേസമയം മരണകാരണം സംബന്ധിച്ച് കൃത്യമായ നിഗമനത്തിലെത്താൻ വിശദമായ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണെന്ന് പൂച്ചാക്കൽ CI NR ജോസ് പറയുന്നുണ്ട്. താൻ ഗർഭിണിയായെന്ന് പ്രസവശേഷം മാത്രമാണ് കാമുകൻ അറിഞ്ഞതെന്നാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത്. പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. കേസിൽ കുഞ്ഞിന്റെ അമ്മ പൂച്ചാക്കൽ ഉളവയ്പ് ആനമുട്ടിച്ചിറ ഡോണ ജോജി, കാമുകനായ തകഴി കുന്നുമ്മ വിരിപ്പാല പുത്തൻപറമ്പിൽ തോമസ് ജോസഫ്, ഇയാളുടെ സുഹൃത്തായിട്ടുള്ള തകഴി കുന്നുമ്മ വിരിപ്പാല മുട്ടിച്ചിറ കോളനിയിൽ അശോക് ജോസഫ് എന്നിവരെ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മാസം 7 പുലർച്ചെ 1:30 സ്വന്തം വീട്ടിൽ യുവതി പ്രസവിക്കുന്നത്. കുഞ്ഞിനെ സോനയുടെ അടുത്തുനിന്ന് വാങ്ങിയ 2 പ്രതികളും തകഴി വണ്ടേപ്പുറം പാടശേഖരത്തിന്റെ ബണ്ടിൽ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് വിവരം. യുവതിക്ക് ബ്ലീഡിംഗ് ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അപ്പോഴാണ് പ്രസവിച്ച വിവരം അറിയുന്നത്. കുഞ്ഞെവിടെയെന്ന് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ യുവതി കാമുകന് കൊടുത്തുവിട്ട കാര്യം പറയുകയാണ് ഉണ്ടായത്. തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു. അതേസമയം തന്നെ കുഞ്ഞിനെ കാമുകൻ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുവെന്നും ഇവർ പറയുന്നുണ്ട്. എന്നാൽ അത് തെറ്റാണെന്ന പോലീസ് അന്വേഷണത്തിൽ തെളിയുകയാണ് ഉണ്ടായത്. അതോടെയാണ് കാമുകനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തതും. കുഞ്ഞ് ആദ്യം കരഞ്ഞുവെന്നും പിന്നീട് അനക്കമില്ലാതായെന്നുമൊക്കെ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിന് ജീവനില്ലായിരുന്നുവെന്നും മറ്റു 2 പ്രതികളുടെയും മൊഴിയുണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ തീരുമാനം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറയുന്നുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ മുകളിലെ തട്ടിലും പടിക്കെട്ടിന് താഴെയുമായി പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് വിവരം. വയറുവേദനയുമായി യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ ഡോക്ടർമാർക്ക് പ്രസവിച്ചതായി സംശയം തോന്നുകയായിരുന്നു. തുടർന്ന് പോലീസിൽ അറിയിച്ചു. ഇവരുടെ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിക്കുന്നത്. ഫോറൻസിക് സയൻസ് കോഴ്സ് കഴിഞ്ഞയാളാണ് യുവതി. കാമുകൻ തോമസ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ളയാളുമാണ്. രാജസ്ഥാനിൽ പഠിക്കുമ്പോഴാണ് ഇവർ പരിചയപ്പെടുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം തോമസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച പുറത്തെടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. മാസം തികയാതെയുള്ള പ്രസവമാണെന്നും സൂചനകളുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഫോറൻസിക് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണൻ, ഡോക്ടർ പൂജ, ഡോക്ടർ അജയ്, ഡോക്ടർ മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കുട്ടിയുടെ DNA സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ടും അയച്ചിട്ടുണ്ട്. പൂച്ചാക്കലിൽ നിന്ന് യുവതിയുടെ ബന്ധുക്കളെത്തി നവജാത ശിശുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിൽ സംസ്കരിക്കുകയാണ് ഉണ്ടായത്. ഫോറൻസിക് ബിരുദധാരിയായ യുവതിയാണ് ഈ തെറ്റിന്റെ വ്യാപ്തി കൂട്ടുന്നുണ്ട്. അറിഞ്ഞുവെച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിനു മുമ്പ് കുഞ്ഞിനെ ഇത്തരത്തിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്വേഷണം നടന്നുവരുന്നെങ്കിലും അതിന്റെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദി.